ഹായ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്രാവശ്യം ഓണത്തിന് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതിപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്താണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഹാപ്പിയാണ് ഇപ്രാവശ്യം. കാരണം എനിക്ക് FBയിലെ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടി. ഒരു 4 ദിവസമൊക്കെ ആയിട്ടുള്ള കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ 1-2 ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് 2-3 പേര് വന്നിട്ട് ഡൗട്ട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് കിട്ടിയത്. കാരണം അവരൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അറിയുന്ന പോലെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവർക്കും കൂടിയിട്ട് അതൊരു ഹെൽപ്പ് ആവുമല്ലോ, എങ്ങനെയാണ് എന്താണെന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അറിയുന്ന പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ഒരു ജേണി തുടങ്ങുന്നത് ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ഞാനിങ്ങനെ ഒരു 3-4 വർഷം മുമ്പ് ഞാനത് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഓർക്കുമ്പോൾ റൂൾസൊക്കെ ഭയങ്കര കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും, സെറ്റാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നേരെ യൂട്യൂബിലേക്ക് പോയി. പിന്നെ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കും, പക്ഷേ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. വല്ലപ്പോഴൊക്കെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഈ റീസെൻ്റായിട്ട് ഞാൻ 2 മാസം മുമ്പ് ഫേസ്ബുക്കിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അന്നത്തേക്കാളൊക്കെ ഒരുപാട് ഈസി ആക്കിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് കിട്ടുന്നല്ല, പക്ഷെ അന്നത്തെ അപേക്ഷിച്ചിട്ട് അന്ന് കുറേ വാച്ച് അവർ വേണം, അങ്ങനെയൊക്കെ കുറേ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് ഈസി ആക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാനൊന്ന് ശരി നോക്കിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് ഉണ്ട്, മെയിൻ അക്കൗണ്ട് ഉണ്ട്, അതെടുത്ത് നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാലം അതിൽ ആക്റ്റീവ് ആയിരുന്നില്ല. അങ്ങനത്തെ ഇഷ്യൂസുള്ള കുറേ പേരുണ്ട് തോന്നുന്നു. കുറേ പേർക്കൊക്കെ ഉണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടാത്ത ഇഷ്യൂ ആണ്. എന്നാലും അതിൽ കുറച്ച് പേർക്ക് ഈ പറഞ്ഞപ്പോൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് കിട്ടാത്ത ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ കാലം ആക്റ്റീവ് ആയിരുന്നില്ല. എനിക്ക് ഫോളോവേഴ്സ് ഒരു 6,000-7,000 പേർക്ക് അതിൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനതിൽ ആക്റ്റീവ് ആയിരുന്നില്ല. വല്ലപ്പോഴും ഒരു ഫോട്ടോ ഇടും പോവും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഫേസ്ബുക്ക് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ അത്ര അങ്ങനെ ഇട്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. അങ്ങനെ എന്നിട്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എങ്ങനെ കിട്ടും എന്നുള്ള കൺഫ്യൂഷനിലായി. ലാസ്റ്റ് ഞാൻ ഫേസ്ബുക്കിന് മെസ്സേജ് അയച്ചു, പക്ഷെ അവർ റിപ്ലൈയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കറിയുന്ന ഇതേപോലത്തെ ഡൗട്ടൊക്കെ തീർക്കുന്ന 1-2 പേര് വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ അവരും ട്രൈ ചെയ്യുന്നല്ലാതെ നമുക്കിത് എങ്ങനെ കിട്ടും എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടന്റ് മോണിറ്റൈസേഷന് വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അതിൽ തന്നെ ഇരുന്നു. ഞാൻ വിചാരിച്ചു കുറേ പോസ്റ്റുകൾ ഡെയിലി ഇടാം, അങ്ങനെ ഇട്ടിട്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്യാം. അങ്ങനെ കുറച്ച് ദിവസം നോക്കിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അതിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. കാരണം ടൈം കുറേ വേസ്റ്റായി പോവുകയാണ്. കാരണം ഈ ഓഗസ്റ്റ് 31-ന് മുൻപ് റൂൾസ് മാറാൻ പോവുകയാണ്. എല്ലാം കൂടിയിട്ട് ആഡ്സോ റീൽസ് ബോണസ് അതൊക്കെ കൂടിയിട്ട് ഒന്നാക്കിയിട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഒരു ഓപ്ഷൻ വരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതല്ലാതെ അതിൻ്റെ കൂടെ ഓരോരുത്തർ ഓരോ തരത്തിലാണ് പറഞ്ഞിരുന്നത്. കുറേ പോസ്റ്റുകൾ വന്നിരുന്നു, ഓരോരുത്തർ ഓരോ തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്നുണ്ട് റൂൾസ് ഇനി കുറച്ചുകൂടി ഹാർഡ് ആക്കും, ഇനി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനത്തെ രീതിയിലൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. പലരും പല തരത്തിലാണ് വീഡിയോസ് ചെയ്തിരുന്നത്. ഇതിൽ പലതും സത്യമല്ലായിരുന്നു എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. അപ്പോൾ നമുക്ക് വീണ്ടും ടെൻഷനായി. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലിരുന്ന് ഇനി പ്രൊഫഷണൽ ഡാഷ്ബോർഡ് കിട്ടിയിട്ട് വേണം പിന്നെ മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട് വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട, നമ്മൾ തൽക്കാലം അതോടെ നിൽക്കട്ടെ. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാനൊരു പേജ് തുടങ്ങി. അങ്ങനെ എന്നിട്ട് പേജിൽ പോസ്റ്റും വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോഴും പേജിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പേജാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ പേജിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ പോലെ പെട്ടെന്ന് നമുക്ക് റീച്ചായി വരില്ല. പേജ് ആകുമ്പോൾ കുറച്ചും കൂടി അധികം ടൈം എടുക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രൊഫൈലിനെ വെച്ചിട്ട് പേജ് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ എൻ്റെ മുന്നിലാണെങ്കിൽ എനിക്കിത് പെട്ടെന്ന് റെഡി ആക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം മനസ്സിൽ കംപ്ലീറ്റ് ഓഗസ്റ്റ് 31 ഡേറ്റാണ്, അതിനുള്ളിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത്. അതുപോലെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുള്ളിൽ കിട്ടണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം പിന്നെ പേജ് ട്രൈ ചെയ്തായിരുന്നു. അതിൽ പോസ്റ്റും വീഡിയോസൊക്കെ കിട്ടും. അങ്ങനെ എന്നിട്ട് പിന്നെ വീണ്ടും കൺഫ്യൂഷനായി, ഇത് എന്ത് ചെയ്യണം, പഴയ പ്രൊഫൈലിൽ തന്നെ ട്രൈ ചെയ്യണോ അല്ലെങ്കിൽ വീണ്ടും പേജ് തുടങ്ങണോ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് വീണ്ടും വരാൻ തുടങ്ങി. അങ്ങനെ എന്നിട്ട് കുറച്ച് ദിവസം പേജും കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും തോന്നി എന്താണ് വേണ്ടത്, ഇതിലൊക്കെ ഇരുന്നിട്ട് വെറുതെ ടൈം പോവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, 2 കൽപ്പിച്ച് പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും കുറച്ച് ദിവസം വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി പുതിയ പ്രൊഫൈൽ ആദ്യം മുതൽ തുടങ്ങി പിടിച്ച് വന്നത് എന്താവും എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എന്നാലും 2 കൽപ്പിച്ച് പുതിയൊരു പ്രൊഫൈൽ ഉണ്ടാക്കി. കാരണം നമ്മൾ പറയില്ല, ചില സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്നൊരു ധൈര്യം വരാം, നമുക്ക് നോക്കാം ഇനി പുതിയ പ്രൊഫൈൽ എന്നിട്ട് പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കി. അങ്ങനെ പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കിയ അന്ന് മുതൽ പിന്നെ ബാക്കി 2 ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പേജ് ഞാൻ നോക്കിയിട്ടില്ല. മുൻപത്തെ പ്രൊഫൈൽ ഞാൻ അവിടെ വെച്ചു. അത് മുൻപത്തെ പ്രൊഫൈൽ ഉണ്ടായിരുന്നു ഞാൻ പ്രൈവറ്റ് ആക്കി. എന്നിട്ട് ഇത് മെയിൻ അക്കൗണ്ട് ആക്കിയെടുത്തു. പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കിയ അന്ന് മുതൽ ഒരു ദിവസം പോലും അതൊന്ന് ഞാൻ പിന്നെ വിട്ടു നിന്നിട്ടില്ല. എല്ലാ ദിവസവും കഴിയുന്നത്ര എല്ലാ ദിവസവും തന്നെ
ഞാൻ ഡെയിലി പോസ്റ്റ് ഇടായിരുന്നു, വീഡിയോസ് ഇടായിരുന്നു, റീൽസ് ഇടാറുണ്ട്. ലോങ് വീഡിയോസ് കുറവായിരുന്നു, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഫോട്ടോസ് ഇടും, വീഡിയോസ് ഇടും, റീൽസ് ഇടും. പിന്നെ അതിൽ കുറേ ടാസ്കുകളുണ്ട്. ടാസ്കുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഇതാക്കി പോയിരുന്നു. അതിലൊരു ഇത് വരുത്തിയിരുന്നില്ല, കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോയിരുന്നു. അങ്ങനെ ഡെയിലി പോസ്റ്റ് ഇടും, വീഡിയോസ് ഇടും. അങ്ങനെ നല്ല രീതിയിൽ വ്യൂസ് കയറി. ഭയങ്കര ലക്ഷക്കണക്കിന് വ്യൂസും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസ് കയറി, എൻഗേജ്മെൻറ്റ് കയറി. പിന്നെ കമൻസിനെല്ലാം റിപ്ലൈ കൊടുത്തിരുന്നു. അങ്ങനെ നല്ല എൻഗേജ്ഡ് ആയിട്ട് പ്രൊഫൈലിൽ കൊണ്ടുവന്നു. ഒരു ദിവസം പോലും അതൊന്ന് ആക്റ്റീവ് അല്ലാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ എൻ്റെ പ്രൊഫൈൽ തുടങ്ങിയിട്ട് 1.5 മാസം പോലും ആകാതെ, ഇപ്പം ഈ മോണിറ്റൈസേഷൻ കിട്ടുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞ് 10 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റാർട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മോണിറ്റൈസേഷൻ കിട്ടാൻ ഇനി കുറേ ടൈം എടുക്കും. ഈ ഒരു ടൈമിൽ കുറേ പേർക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. എന്നാൽ പോലും ഞാൻ തുടക്കക്കാരിയാണ്, പുതിയ പ്രൊഫൈലാണ്, അതുകൊണ്ട് 1.5 മാസത്തിൽ മോണിറ്റൈസേഷൻ കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു ക്രെഡിറ്റ് തന്നെയാണ്. അത് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത്രയും എൻഗേജഡ് ആയിട്ട് അതിൽ നിന്നിട്ടുള്ളത് കൊണ്ടാണ്. കാരണം ഇപ്പോഴും കുറേ പേർക്ക് കിട്ടാത്തതുണ്ട്. സംഭവം ഈ ഒരു വീക്കിൽ 2 വീക്കായിട്ട് കുറേ പേർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പോഴും കിട്ടാത്ത കുറേ പേരുണ്ട്. ഇപ്പോഴും കാണാം പല പോസ്റ്റുകളും താഴെ ഇതെന്താ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കാണാറുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പം എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വെറുതെ അല്ല, നമ്മൾ അത്രയും ആക്റ്റീവായി നിന്നുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പറഞ്ഞു എന്താ സ്റ്റാർട്ട്സ് ആദ്യം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 4 ഡേയ്സ് കഴിഞ്ഞപ്പം എനിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി പോയി. കാരണം ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളത് വേഗം കിട്ടുക, സബ്സ്ക്രിപ്ഷൻ ഒന്ന് പെട്ടെന്ന് ഓണമെന്ന് വിചാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മോണിറ്റൈസേഷൻ കിട്ടി, ഇനി കുറേ ദിവസം കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ എൻ്റെ ഇടയിൽ ചെറിയ നിരാശയൊക്കെ തോന്നും. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ഇത് പെട്ടെന്നൊന്നും കിട്ടില്ല, കിട്ടുന്നും പറയുന്നവരുണ്ട്, പലതരത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ വലിയ വലിയ പ്രൊഫൈലുകളുടെ പോസ്റ്റുകൾ കാണുമ്പോഴാണ് എനിക്ക് കൂടുതലും അത് കിട്ടില്ല. കാരണം അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, 20,000, 30,000, 40,000 ഫോളോവേഴ്സ് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും അപ്പോൾ നമുക്ക് എനിക്ക് കിട്ടില്ല, കുറച്ചും കൂടി ലേറ്റ് ആവുമോ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഞാൻ അത് വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് അതിൽ ആക്റ്റീവ് ആവാതിരുന്നിട്ടില്ല. നമ്മൾ ഡെയിലി ഈ സംഭവങ്ങളെല്ലാം തുടർന്നുകൊണ്ട് പോയി. അങ്ങനെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദിവസം രാവിലെ, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോക്കുക ഇത് എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നാണ് നോക്കുക. എല്ലാം അങ്ങനെ ഫുൾ ചെക്ക് ചെയ്യും. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ എന്നിട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പോൾ, അതായത് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു 40 ദിവസം, 1.5 മാസം കൂടി ആയിട്ടില്ല, ഒരു 40 ദിവസം കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് നോക്കിയപ്പോൾ, രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എന്തുണ്ട്, നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട്, സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേഗം കയറി കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇപ്രാവശ്യം ഓണത്തിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എത്ര ഇത് കിട്ടുമല്ലേ പക്ഷേ ഇനിയാണ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ 1 lakh വ്യൂസാണ് ഉണ്ടായിരുന്നു, 10,000-ന് മുകളിൽ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒരുപാടൊന്നുമല്ല എങ്കിലും ഒരു മാസമായിട്ടുള്ള ഒരു അക്കൗണ്ട് എന്ന് പറയുമ്പം ഇത് ധാരാളമാണ്. പിന്നെ അതുപോലെ തന്നെ ഫോളോവേഴ്സ് ഒരു 3000 സംതിങ് വരുന്നത്, 3600 ഫോളോവേഴ്സുള്ള സമയത്താണ് തോന്നുന്നത് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓപ്ഷൻ കിട്ടി. ഇനിയാണ് ശരിക്കും പോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒത്തിരി ഏണിങ്സും, എല്ലാവരും വിചാരിക്കുന്ന കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുമ്പോഴേക്കും ഡോളർ ഒഴുകുന്നതാണ്. കാരണം ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഡെയിലി എടുത്ത് നോക്കും എത്ര വരുന്നുണ്ട്. പക്ഷേ ശരിക്കും റിയാലിറ്റി അതല്ല. പക്ഷെ കിട്ടും. ഒന്നും കൂടി നമുക്ക് ശരിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഒന്നും കൂടിയും അതിനുശേഷം കുറച്ചും കൂടി എഫേർട്ട് ഉണ്ടത്. ഒരുപാട് ഫോളോവേഴ്സ് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങളെപ്പോൾ തുടക്കക്കാരൊക്കെയാണ് ഒരുപാട് ഫോളോവേഴ്സ്. ഇപ്പോൾ എനിക്ക് 4,200 ഫോളോവേഴ്സ് ഉണ്ട്. കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇപ്പോൾ 4,200 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഇനിയാണ് ഞങ്ങൾക്ക് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. നല്ല കണ്ടന്റ് വീഡിയോസ് ഇടണം, അതുപോലെ നല്ല ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ നല്ല രീതിയിൽ റീച്ച് കയറി വരുമ്പോഴാണ് എനിക്ക് അതിനനുസരിച്ചുള്ള ഏണിങ്സ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എന്ന് പറയുമ്പം ചെറിയ രീതിയിലാണ് ഏണിങ്സ് കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലാണ് ഇനി എനിക്ക് തോന്നുന്നു 1-2 മാസം കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫേർട്ട്, ഇപ്പോൾ ഇട്ടിട്ടുള്ള എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ 2 മാസം കഴിയുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഏണിങ്സ് കിട്ടി തുടങ്ങും. അപ്പോൾ ആരും കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുമ്പോഴേക്കും ഇതങ്ങോട്ട് ഡോളറോ കൊയ്യാന്ന് വിചാരിച്ചിട്ട് ആരും വരണ്ട. പക്ഷെ നല്ലതാണ്. കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഏണിങ്സ് എന്നുള്ള രീതിയിലേക്ക് ഇത് വരിക തന്നെ ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇപ്പോഴും കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയവരുണ്ട്, അതേപോലെ കിട്ടാത്തവരുണ്ട്, കിട്ടാതെ ഇപ്പോഴും ടെൻഷനായിട്ട് നിൽക്കുന്നവരുണ്ട്. എന്താ കിട്ടാതെ, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കുറേ പോസ്റ്റുകൾ അങ്ങനെ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൽ ഒത്തിരി ഫോളോവേഴ്സ് ഇല്ലാത്തവരുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിട്ടും വലിയ രീതിയിൽ ചാനലായിട്ടും കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാത്തവരുണ്ട്, കിട്ടിയവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇടുന്ന എഫേർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. നമ്മൾ ഇപ്പോൾ ഇത് കിട്ടുന്നില്ല, ഇനി എന്നാൽ കിട്ടുകയെന്ന് പറഞ്ഞിട്ട് അതിൽ ആക്റ്റീവ് ആവാതിരിക്കരുത്. ഡെയിലി നമ്മൾ വീഡിയോസ്, ഫോട്ടോസ്, നല്ല ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കും. ഒരിക്കലും നമ്മൾ വേറൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടൊന്നും നമ്മൾ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ ഇടുമ്പോൾ കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ ഏതെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ കോപ്പറേറ്റ് എന്ന് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ
കോപ്പറേറ്റ് കിട്ടാതെ ഒറിജിനൽ കണ്ടൻസ് മാത്രം ഇടുക. ഡെയിലി നല്ല രീതിയിൽ എൻഗേജഡ് ആയിരിക്കുക. ഡെയിലി ഫോട്ടോസ് ഇടുക, ഡെയിലി വീഡിയോസ് ഇടുക, കമൻസിനെല്ലാം ഡെയിലി റിപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഡെയിലി ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടന്റ് മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ കിട്ടുന്നില്ല, ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇതൊരിക്കലും പരിപാടി നിർത്തരുത്. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. വിത്തിൻ ഒരു മാസം അല്ലെങ്കിൽ വിത്തിൻ ഒരാഴ്ചനുള്ളോ 2 ആഴ്ചനുള്ളോ അല്ലെങ്കിൽ ഒരു മാസം ആയിക്കൊള്ളാം. പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും തീർച്ചയായിട്ടും കണ്ടന്റ് മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഇനി കണ്ടന്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് പല പല വീഡിയോസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പല ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും, കാര്യങ്ങളുണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ പോസ്റ്റുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ്, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ.